In this video, we are going to discuss about process costing. Process costing എന്ന് പറയുന്നത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. എല്ലാ ഇൻഡസ്ട്രീസും പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്തല്ല അവരുടെ കോസ്റ്റ് കണ്ടെത്തുന്നത്. ഓരോ ഇൻഡസ്ട്രീസും അവരുടേതായ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ബാച്ച് കോസ്റ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്, ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്, പിന്നീട് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രീസും അവരുടേതായ ഒരു മെത്തേഡ് ചൂസ് ചെയ്യും. ആ ഓരോരുത്തർക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ചൂസ് ചെയ്താണ് അവർ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. അതുപോലെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ചൂസ് ചെയ്യുന്ന ഏത് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ, ചില ഇൻഡസ്ട്രീസിൻ്റെ പ്രോഡക്റ്റ് പല പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടേ അവർക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്ത് അവരുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ അവർക്ക് തുണി നെയ്തെടുക്കണമെങ്കിൽ അതിന് പല പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഫോർ എക്സാമ്പിൾ, ആദ്യം അവർ റോ മെറ്റീരിയൽ ഒബ്റ്റെയിൻ ചെയ്തിട്ട് വീവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സായിരിക്കും. അപ്പോൾ വീവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻകർ ചെയ്ത കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് വീവിംഗ് കിട്ടും. വീവിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത പ്രോസസ്സിലൂടെ കടന്നു പോകണം, സ്പിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ. അപ്പോൾ വീവിങ്ങിന് ഓൾറെഡി കോസ്റ്റ് ഇൻകർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് സ്പിന്നിങ്ങിനും കുറേ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് പ്രോസസ്സായ സ്പിന്നിങ്ങിൽ ടോട്ടൽ അക്യുമുലേറ്റഡ് കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും. അതുപോലെ ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോകുമ്പോഴെല്ലാം നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് കണ്ടെത്തുക. ആ ഒരു മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഞാൻ വലിയൊരു ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല, കാരണം നമ്മളിത് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആബ്സെൻ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. So process costing is a method of costing under which all costs are accumulated for each process of production and cost per unit is ascertained at the end of each process. അതായത് ഓരോ പ്രോസസ്സിനും ഇൻകർ ചെയ്ത കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഫോർ എക്സാമ്പിൾ, സാധാരണ നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റൊക്കെ തന്നെയാണ്. മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ലേബർ കോസ്റ്റ് ഉണ്ടാവും, മറ്റ് ഓവർ ഹെഡുകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ പ്രോസസ്സിൻ്റെ കോസ്റ്റ് കിട്ടും. എന്നിട്ട് കോസ്റ്റ് ഫോർ 1 യൂണിറ്റ്, അവിടുന്ന് ആ പ്രോസസ്സിൽ നമുക്ക് എത്രയെങ്കിലും ഔട്ട്പുട്ടായിരിക്കും കിട്ടിയത്. ഒരു യൂണിറ്റിന് എത്രയാണ് നമ്മൾ ആ സ്റ്റേജിൽ കണ്ടുപിടിക്കും. പിന്നെ അടുത്ത സ്റ്റേജിലോട്ട് പോകും, അടുത്ത പ്രോസസ്സ് ഉണ്ടാവും. അടുത്ത പ്രോസസ്സിൽ പോകുമ്പോഴത്തേക്കും ആ പ്രോസസ്സിൽ ഇൻകർ ചെയ്ത കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തും. അവിടെയും ചിലപ്പോൾ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ഓവർ ഹെഡും ഒക്കെ ഇൻകർ ചെയ്തിട്ടുണ്ടാവും. അത് കൂട്ടിയെടുത്തിട്ട് എത്ര ഔട്ട്പുട്ടാണോ കിട്ടിയത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വി വിൽ ഫൈൻഡ് ദി കോസ്റ്റ് പെർ യൂണിറ്റ്. അങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൽ അറൈവ് ചെയ്യും. ആ ഒരു മെത്തേഡാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, അതായത് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ലേബർ കോസ്റ്റ് ഉണ്ടാവും, ഓവർ ഹെഡ്സ് ഉണ്ടാവും. ദാറ്റ് ഡിവൈഡഡ് ബൈ ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടിനെ ഡിവൈഡ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് കിട്ടും. Okay, so this method is applied in industries like oil refining, പിന്നീട് ക്രൂഡ് ഓയിൽ റിഫൈനിങ്, കെമിക്കൽ മാനുഫാക്ചറിങ്, ടെക്സ്റ്റൈൽ, സ്പിന്നിങ് ആൻഡ് വീവിങ്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് സാധാരണ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്? പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് കണ്ടെത്താൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ അക്കൗണ്ടാണ് പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻഡസ്ട്രീസ്, അതായത് ഓയിൽ റിഫൈനിങ് ഇൻഡസ്ട്രീസും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസും ഒക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. എന്നിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ അക്കൗണ്ടാണ് പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത, ഇവരുടെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പല സ്റ്റേജസിലൂടെ കടന്നു പോകണം, പല പ്രോസസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ഓരോ പ്രോസസ്സിനും എത്ര കോസ്റ്റ് ഇൻകറായി എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ടി ഫോം അക്കൗണ്ടാണ്. ഒരു പെർട്ടിക്കുലർ കോളം ഉണ്ടാവും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും, കാരണം ടി ഫോമാറ്റ് അക്കൗണ്ട് അല്ലേ. Debit side and credit side will be there. Then in debit side we will post all the expenses. Debit all expenses. കോൺട്രാക്ട് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ ആ ഒരു സെയിം രീതി തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളെയും റെക്കോർഡ് ചെയ്യുക. പിന്നീട് ഇവിടെ ഒരു ചെറിയ മാറ്റമുള്ളത്, നമ്മളൊരു യൂണിറ്റ് കോളം കൂടെ പ്രൊവൈഡ് ചെയ്യണം. എമൗണ്ട് കോളം കൂടാതെ ഒരു യൂണിറ്റ് കോളവും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. കാരണം നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് കോളം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്? യൂണിറ്റ് കോളം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഇൻ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ഓൾ ദി എക്സ്പെൻസസ് ഓഫ് ഈച്ച് പ്രോസസ്സ്. ഇപ്പം നമുക്ക് 3 പ്രോസസ്സ് ഉണ്ട്. സ്പിന്നിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, വീവിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, ഫിനിഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് അക്കൗണ്ടാണ്? സ്പിന്നിങ്ങിൻ്റെ പ്രോസസ്സ് അക്കൗണ്ട് ഉണ്ടാക്കുക.
പ്രിപ്പയർ ചെയ്തിട്ട് സ്പിന്നിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കോസ്റ്റ്, മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ലേബറിൻ്റെ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നീട് മറ്റുള്ള ഓവർ ഹെഡ്സ് എല്ലാം ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര എന്ന് മനസ്സിലാക്കുക. ആ ടോട്ടൽ കോസ്റ്റാണ് അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്, സ്പിന്നിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ഫൈനൽ പ്രോസസ്സിൽ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട സാധാരണ വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ്സ്. പിന്നീട് ഇതിൻ്റെ എല്ലാം കൂടെ കോസ്റ്റിനെ നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ്. അടുത്ത പ്രോസസ്സിൽ അത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് എഴുതില്ല, നമ്മൾ എന്താണെന്ന് എഴുതും, ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് എഴുതും. അപ്പോൾ ഇതാണ് ജനറൽ ഫോമാറ്റ്. ഇത് കൂടാതെ വരുന്ന 2-3 ഐറ്റംസാണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വൺ ഇസ് നോർമൽ ലോസ്, ദെൻ അബ്നോർമൽ ലോസ് ക്യാൻ ബി ദെയർ, അബ്നോർമൽ ഗെയിൻ ക്യാൻ ബി ദെയർ. ഓക്കെ, അതായത് നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് നോർമലി കുറേ നഷ്ടങ്ങളുണ്ടാവാം. അതായത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, ഓർഗനൈസേഷൻ്റെ കുറ്റം കൊണ്ടല്ല. ഇറ്റ്സ് ആൻ അൺഅവോയ്ഡബിൾ ലോസ് ആൻഡ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു കോസ്റ്റ് അതിൻ്റെ ഇൻഹെറൻ്റ് ആണ്. ഇറ്റ്സ് ഇൻഹെറൻ്റ് ടു ദാറ്റ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻഹെറൻ്റ് ടു ദാറ്റ് പ്രോസസ്. ആ നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ശ്രമിച്ചാലും അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. ഇത് നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാം സാധാരണ എത്രയാണ് നോർമൽ ലോസ് ആയിട്ട് പോവുക എന്നുള്ളത്. പിന്നീട് ഈ നോർമൽ ലോസ് എന്ന് പറയുന്നത് കമ്പനിയുടെ കുറ്റം കൊണ്ടല്ല ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ എല്ലാ കോസ്റ്റുകളും നമ്മൾ ഫൈനലി ആരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നത്, കസ്റ്റമേഴ്സിൽ നിന്നല്ല കളക്ട് ചെയ്യുന്നത്. അതുപോലെ നോർമൽ ലോസും നമുക്ക് ഫൈനലി കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് നോർമൽ ലോസിൻ്റെ ഒരു പ്രൊസീജിയർ. So cost of normal loss is treated as a part of production and such loss is absorbed by good units. പിന്നീട് നോർമൽ ലോസ് സാധാരണ ചിലപ്പോൾ നമ്മളിത് സ്ക്രാപ്പ് വാല്യൂവിനൊക്കെ വിൽക്കാറുണ്ട്. വിൽക്കുമ്പോൾ നമുക്കതിന് എന്ത് കിട്ടും, അതിനൊരു വാല്യൂ കിട്ടും, ഒരു എമൗണ്ട് കിട്ടും. അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, ഒരു ഇൻകം എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ 1000 യൂണിറ്റ്സാണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നു 10%ഓളം സാധാരണ നോർമൽ ലോസ് വരാറുണ്ട്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 10% നോർമൽ ലോസായിട്ട് നഷ്ടപ്പെടാറുണ്ട്. നമ്മൾക്ക് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻപുട്ട് കുറയുമല്ലേ, കുറയുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ എഴുതണം, ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റണം. 1000 യൂണിറ്റിൻ്റെ 10% നഷ്ടപ്പെടും. അപ്പോൾ നോർമൽ ലോസ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് നഷ്ടപ്പെടും, 100 യൂണിറ്റ്സ് നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമുക്ക് ഇത് സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കാൻ സാധിക്കും, ചിലപ്പോൾ വിൽക്കാൻ പറ്റില്ല. വിൽക്കാൻ സാധിക്കുമെങ്കിൽ എത്ര രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ കിട്ടിയത് അതിനെ ഇൻകമായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യുക ക്രെഡിറ്റ് സൈഡിൽ. ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇത് ചിലപ്പോൾ ലോസ് ബൈ വെയിറ്റ് ആയിരിക്കാം. നമുക്കത് ഓപ്പറേഷനിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഒന്നും കിട്ടില്ല, നമുക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒന്നും എഴുതേണ്ട, ഒരു ലൈൻ ഇട്ടിരുന്നാൽ മതി, ഒരു നില്ലെന്നും പറഞ്ഞ് കാണിച്ചിരുന്നാൽ മതിയാവും. ഓക്കെ, പക്ഷേ യൂണിറ്റ്സ് നഷ്ടപ്പെട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇതാണ്. അപ്പോൾ 1000 നമ്മൾ ഇൻപുട്ട് ചെയ്തു, അതിൽ 100 നോർമൽ ലോസ് ഉണ്ടായി. അങ്ങനെ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 900 യൂണിറ്റ്സ് ആണ് നോർമൽ ഔട്ട്പുട്ട്. അതിന് എത്ര രൂപ കോസ്റ്റ് ആവുമെന്ന്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇവിടെ വന്നത് 30,000 ആണെന്ന് വെച്ചോ. നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ പ്രോസസ്സിൽ എത്ര രൂപയാണ്, 900 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര രൂപ ഇൻകർ ചെയ്തെന്നാ മീനിങ്, 30,000. നേരെ മറിച്ച് സ്ക്രാപ്പ് വാല്യൂ എന്തെങ്കിലും കിട്ടിയെങ്കിൽ ടോട്ടൽ 30,000 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പം നമ്മുടെ കോസ്റ്റുകളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 30,000. അതിൽ ഒരു 500 രൂപ സ്ക്രാപ്പ് വാല്യൂ കിട്ടിയെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാവുന്നുള്ളൂ, 30,000 ആയി. പക്ഷേ അതിൽ 500 രൂപ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയി തിരികെ കിട്ടി എങ്കിൽ 29,500 റുപ്പീസ് നമ്മുടെ കോസ്റ്റ് ആവുന്നുള്ളൂ. ആ കോസ്റ്റ് എത്ര യൂണിറ്റ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, 900 യൂണിറ്റ്സ്, ബിക്കോസ് ദിസ് ഈസ് അവർ നോർമൽ ഔട്ട്പുട്ട്. കാരണം 100 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസാണ്. 1000 ഇൻപുട്ട് ചെയ്താൽ 100 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നഷ്ടപ്പെടുമെന്ന്. നമ്മൾ എത്രയും ഫൈനൽ ഔട്ട്പുട്ടായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ, 900 യൂണിറ്റ്സ്. അതുകൊണ്ടാണ് നോർമൽ ലോസിൻ്റെ കോസ്റ്റിനെ ആര് ബെയർ ചെയ്യുമെന്ന് പറയുന്നത്, കസ്റ്റമേഴ്സ് ബെയർ ചെയ്യുമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പിന്നീട് വേറൊരു കേസ് വരുമ്പോഴെന്തെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ലോസ് 100 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1000 മൈനസ് 100, 900 ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 800 നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് കിട്ടുന്നുള്ളതെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ 900 എന്നല്ല എത്ര തന്നേക്കുന്നത്, ഈ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ 800 നോർമൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുള്ളെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടു. ഇവിടെ 1000 ആണ്, ഈ സൈഡ് 1000, ഇവിടെ എത്ര ഉണ്ട്, 100ഉം ഇവിടെ 800 ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് 100ഉം കൂടെ ഇവിടെ വരും. ഈ 100 എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ്, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി ലോസ് ഉണ്ടായെങ്കിൽ അതിനെ എന്തെന്ന് പറയും, അബ്നോർമൽ ലോസ് എന്നാണ് പറയുന്നത്.
അബ്നോർമൽ ലോസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അവോയ്ഡബിൾ ആണ്. നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടുണ്ടാകുന്ന ലോസിനെയാണ് സാധാരണ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ് ഈ അബ്നോർമൽ ലോസ്. ഈ അബ്നോർമൽ ലോസിനുണ്ടാകുന്ന കോസ്റ്റ് ആര് ബെയർ ചെയ്യേണ്ട കാര്യമില്ല, കസ്റ്റമേഴ്സ് ബെയർ ചെയ്യേണ്ട, കമ്പനിയുടെ കെയർലെസ്നെസ് കൊണ്ടുണ്ടായതല്ലേ. അപ്പോൾ അതൊരിക്കലും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ചാർജ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ആര് തന്നെ സഹിച്ചോണം, ആ കോസ്റ്റ് കമ്പനി തന്നെ സഹിച്ചോണം. സോ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു, അങ്ങനെ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റിംഗ് P&Lലോട്ട് മാറ്റണമെന്നാണ് റൂള്. ഇപ്പോൾ ഡിഫറൻസ് വന്നാൽ നമ്മുടെ ഔട്ട്പുട്ട് 800 ഉള്ളെങ്കിൽ ഇവിടെ വരുന്നതിന് എന്തെന്ന് പറയും, അബ്നോർമൽ ലോസ് എന്ന് പറയും. ഇതുപോലെ എന്തും ഉണ്ടാവും, അബ്നോർമൽ ഗെയിൻ. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ഈ സൈഡിൽ വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഈ അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും കൂടെ ഒരുമിച്ച് വരില്ല. ഒന്നീ അബ്നോർമൽ ഗെയിൻ അല്ലാന്നുണ്ടെങ്കിൽ അബ്നോർമൽ ലോസ്. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ. 1000 യൂണിറ്റാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തത്. അതിൽ നമ്മൾ നോർമൽ ലോസ് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കിയത് എത്ര യൂണിറ്റ്സാണ്, 100 യൂണിറ്റ്സ് നോർമലി നഷ്ടപ്പെടും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്രയാണ്, 900 യൂണിറ്റ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് 950 യൂണിറ്റ്സ് കിട്ടിയെന്ന് വെച്ചോ. നമ്മൾ 900 എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ നോർമൽ ഔട്ട്പുട്ട്, പക്ഷേ നമുക്ക് 950 യൂണിറ്റ്സ് കിട്ടിയത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി കിട്ടിയത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത നോർമൽ ലോസ് തെറ്റായിരുന്നു, അതുകൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് വരും, അബ്നോർമൽ ഗെയിൻ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ അബ്നോർമൽ ഗെയിൻ ആണെങ്കിലും അബ്നോർമൽ ലോസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ കോസ്റ്റിനെ കണ്ടെത്തണം. കോസ്റ്റിനെ കണ്ടെത്താനായിട്ട് എത്ര രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് കണ്ടെത്താനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാനിനി പ്രോബ്ലം ചെയ്യാൻ നേരം പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് പ്രോസസ് കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യുമ്പോൾ ഒരു മെയിൻ അക്കൗണ്ടാണ് ഈ പ്രോസസ് അക്കൗണ്ട് അല്ലാതെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, പിന്നീട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത് ഓരോ പ്രോബ്ലത്തിലൂടെ പറഞ്ഞു തരാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതാണ് പ്രോസസ് അക്കൗണ്ട്. മെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോസസ് അക്കൗണ്ടാണ്. പ്രോസസ് അക്കൗണ്ട് ഇസ് ദ അക്കൗണ്ട് ടു വിച്ച് ഓൾ എക്സ്പെൻസസ് വിൽ ബി ഡെബിറ്റഡ്. ഓക്കെ. പിന്നീട് ഇൻകം എന്ന് പറഞ്ഞ് വരുന്നത് എന്തെങ്കിലും നോർമൽ ലോസ് ഉണ്ടാവും, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആണ് സാധാരണ ഒരു ഇൻകം ആയിട്ട് കാണിക്കുന്നത്. പിന്നീട് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഉണ്ടായ നഷ്ടമാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ കുറഞ്ഞു പോയി. അത് കുറയണമെങ്കിൽ അത് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്തേ പറ്റൂ, ക്രെഡിറ്റ് സൈഡിൽ. അബ്നോർമൽ ലോസ് അവിടെ വരും. ബാക്കി വരുന്നത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അടുത്ത പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ഇതാണ് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. ഇപ്പം നമ്മളുടെ ഇതിപ്പോൾ സ്പിന്നിങ് എന്ന് പറഞ്ഞ പ്രോസസ് അക്കൗണ്ട് ആണെന്ന് വെച്ചോ, സ്പിന്നിങ്. ഓക്കെ. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 900 യൂണിറ്റ്സ് കിട്ടി. അപ്പോൾ 900 മീറ്റേഴ്സ് അങ്ങനെ ക്ലോത്ത് അങ്ങനെ കിട്ടിയെന്ന് വെച്ചോ. എന്നിട്ട് അത് അടുത്ത പ്രോസസ്സിലോട്ട് പോകും. അടുത്ത പ്രോസസ്സ് വീവിങ് എന്ന് പറയുമ്പം നമ്മൾ എവിടുന്ന് തുടങ്ങണം, വീവിങ്ങിൻ്റെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഡെബിറ്റ് സൈഡിൽ ഈ ഫിഗറാണ് ട്രാൻസ്ഫർ ചെയ്ത് അവിടോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രോബ്ലം ചെയ്യാൻ നേരം മനസ്സിലാവും. ഓക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്കൊരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.